ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചക്കക്കറി ഉണ്ടാക്കാൻ പോകുന്നു. ഇപ്പോൾ നാട്ടിലൊക്കെ ചക്കയും മാങ്ങയൊക്കെ സുലഭമായി കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചക്കക്കറി ഉണ്ടാക്കാൻ പോകുന്നു. ചക്കക്കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരമുള്ളൊരു സംഭവമാണ് ചക്കക്കറി എന്ന് പറയുന്ന സംഭവം. നല്ല നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ കട്ടൻ ചായ ഇതും കൂടി നല്ല സ്പൂണുകൊണ്ട് കോരി തിന്ന് നല്ല മധുരമുള്ള ഒരു അടിപൊളി ഡിഷാണ് ഈ ചക്കക്കറി എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാണ്, പല നാട്ടിലും പല പേരുകളിൽ ചിലപ്പോൾ അറിയപ്പെടാക്കാം. ഈ ഒരു ചക്കൻ്റെ പ്രത്യേകം ചക്കക്കറി ഉണ്ടാക്കാനുള്ള കാരണം വെച്ചാൽ ഈ ചക്ക ഇട്ട് പൊളിച്ച് ഇതായ സമയത്ത് നമ്മളിത് തിന്നു നോക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ പുളിപ്പിടിച്ചെന്ന് പറയും. അതായത് ചെറിയ രീതിയിൽ മധുരം കയറി വരുന്ന സമയമാണ് ഇപ്പോൾ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയം. അതുകൊണ്ട് ഈ സമയത്ത് ഈ ചക്ക കൊണ്ട് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം ചക്കക്കറിയാണ്. ചക്കക്കൂട്ടാനോ മറ്റൊന്നും ഈ സമയത്ത് ഇതുകൊണ്ട് ഉണ്ടാക്കി പറ്റും, പക്ഷേ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ചക്കക്കറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിന്ന് എങ്ങനെയാലും മധുരമുള്ള ഒരു ചക്കക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഒന്ന് മുറിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരിട്ട് കുക്കിങ്ങിലോട്ട് ഇറക്കാം. അങ്ങനെ നമ്മൾ ചക്ക ചുള പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇനി പാചകം ചെയ്യാൻ പോവാണ്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചക്ക നമ്മൾ എന്ത് ചെയ്യാണ്, കുടുക്കയിലേക്ക് മാറ്റുകയാണ്. കുടുക്കയിലാണ് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നത്. ഇത് നേരിയൊരു മധുരമുള്ള ചക്കയാണ് കേട്ടോ. പഴുത്ത ചക്കയല്ല, പച്ച ചക്കയല്ല, ചെറിയ രീതിയിൽ പുളിപ്പ് പിടിച്ചിട്ടുള്ള ആ ഒരു ചക്കയാണ് നമ്മൾ ചക്കക്കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ചക്ക ഇട്ടിട്ടുള്ള കുടുക്ക നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുപ്പത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ട് പിന്നെ കുറച്ച് ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നല്ല രീതിയിലൊന്ന് വേവാനുണ്ട്. വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ബാക്കി ഇതിൽ കുറച്ച് ശർക്കര ചേർക്കാനും പൊടി കലക്കി പാരാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഇതൊന്ന് വേവണം. ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചക്ക വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 4 കഷ്ണം ശർക്കര അച്ചി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതായി ശർക്കര അച്ചി ഇപ്പോൾ ഒരു 4 കഷ്ണം ശർക്കര അച്ചിയാണ് ഇട്ട് കൊടുത്തുള്ളത്. ഇനി ഒന്നുകൂടി നന്നായിട്ട് ആ ശർക്കര ഇപ്പോൾ നല്ല രീതിയിലായിട്ട് തന്നെ ഉരുകിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്നുകൂടി വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്ന ചക്കയിൽ നമ്മൾ കുറച്ച് ശർക്കര ഇട്ടി 4 ശർക്കര വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വേവായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, ഇത് ഇടാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാധാ അരിയാണ്, അരിപ്പൊടി വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളുടെ ചക്കക്കറിയുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ആക്കാനുണ്ട്. മിക്സ് ആക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി ചെറിയൊരു വേവും കൂടി ആയിട്ടുണ്ടെങ്കിൽ പിന്നെന്ത് ചെയ്ത് സാധനം നമുക്ക് വിളമ്പി കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ചക്കക്കറി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പാത്രങ്ങളിലായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ വൈകിട്ട് നമ്മൾ ഏകദേശം 5 മണി സമയമായിട്ടുണ്ട്. അപ്പോൾ 5 മണിക്ക് നമ്മൾ കട്ടൻ ചായ ഇവിടെ റെഡിയാണ്. കട്ടൻ ചായൻ്റെ കൂടെയാണ് ഇത് കഴിക്കാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്കായിട്ടുള്ളത് ചക്കക്കൂട്ടാൻ ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉള്ളത് ഇതിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ എത്തിച്ചിട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ പ്ലേറ്റുകൾ ആദ്യം തന്നെ വിളമ്പി വെക്കുന്നത്. അങ്ങനെ നമ്മൾ കട്ടൻ ചായയും അതുപോലെ തന്നെ നമ്മുടെ ചക്കക്കറിയും കൂടി കൂട്ടി.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ അതിലുപരി നമുക്ക് മനസ്സ് നിറയുന്ന ഒരു കാര്യം വെച്ചാൽ കുടുംബസമേതം വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ടാണ് നമ്മളത് കഴിച്ചത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ഡിഷ് കഴിക്കാൻ പറ്റി. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ് ഈ ചക്കക്കറി. ഈ ചക്കക്കറി വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അരിപ്പൊടി കലക്കിയിട്ട് പാരുക ചെയ്തത്. അത് കൂടാതെ തന്നെ വേണമെങ്കിൽ അതിൽ ചെറിയ ചെറിയ പിടിയാക്കിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന തന്നെയാണ്. എങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണിത്. ഈ വിഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. അടുത്ത ദിവസം നല്ല വീഡിയോ ആയി കാണാം. ബൈ.